ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ കാണുന്നില്ല എന്നുള്ളതാണ്. ഈ അടുത്തിടെ ഇന്നലെ പോലും മലപ്പുറത്ത് വെച്ച ഒരു 11 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ കാണാതെ പോയി. എങ്ങനെയാണ് ഈ കാണാതെ പോകുന്നത്, എവിടേക്കാണ് ഇവർ പോകുന്നത്, ഇതൊക്കെ തെളിയുക എന്ന് പറയുന്നത് വളരെ വിഷമം പിടിച്ച ഒരു പ്രക്രിയ തന്നെയാണ്. കാരണം ചില സമയത്തൊന്നും ചില CCTVകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാകില്ല. അത്തരത്തിൽപ്പെട്ട കാണാതെ പോയ ഒരുപാട് കുട്ടികളെക്കുറിച്ച് ഇപ്പോഴും ഒരു വിവരവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഇന്ന് പ്രാധാന്യം അർഹിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നും ഒരുപാട് കുട്ടികളെ കാണാതെ പോകുന്നുണ്ട്. അത്തരത്തിൽപ്പെട്ട അമ്മമാർക്കൊക്കെ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഈ സൈഡിൽ കാണുന്ന CCTV ഫുട്ടേജ് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരു 5 വയസ്സോ 6 വയസ്സോ ഉള്ള ഒരു ചെറിയ പെൺകുട്ടി ഒരു ഒരു കടയിലേക്ക് നടന്നു വരികയാണ്. അവരെ ഫോളോ ചെയ്തുകൊണ്ട് പുറകിൽ ഒരു കറുത്ത കാറ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ കാറ് അവിടെ നിർത്തുകയാണ്. അതിനുശേഷം ആ കുട്ടി ആ കടയിലേക്ക് കയറിയിട്ട് എന്തോ വാങ്ങാൻ വേണ്ടി പോകുന്നു. അവരുടെ പുറകെ തന്നെ ആ കാറും വന്നിട്ട് അത് ആ സൈഡിൽ അവിടെ സ്റ്റോപ്പാക്കിയിട്ട് നിർത്തുന്നതും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു ചെറിയ പെൺകുട്ടി ആ കടയിലേക്ക് പോകുന്നു. തീർച്ചയായിട്ടും ഐസ്ക്രീം വാങ്ങാനാണോ എന്തോ അറിയില്ല, എന്തോ വാങ്ങാൻ വേണ്ടിയിട്ട് ആ കടയിൽ പോയി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഐസ്ക്രീം വെക്കുന്ന ആ ബോക്സ് അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അതിലേക്ക് തന്നെയാണ് ആ കുട്ടി നോക്കുന്നത്. തീർച്ചയായിട്ടും കടയിലെ ഒരു വർക്ക് ചെയ്യുന്നത് ഒരു ലേഡിയാണ്. ഇതിൻ്റെ മുന്നേയും അവർക്ക് പരിചയമുണ്ട് എന്നാണ് തോന്നുന്നത്. ആ കുട്ടിയുമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ കടയിൽ വേറെയും കസ്റ്റമറുണ്ട്, അവരെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ കുട്ടിയുമായിട്ട് അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട്, അതെല്ലാം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ആ കുട്ടി തീർച്ചയായിട്ടും ആ കടയുടമയോട് സംസാരിക്കുന്ന സമയം പോലും അവിടെ നിൽക്കുന്ന ഒരു ലേഡി, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ അവിടെ പോയിന്റ് ഇട്ട് കാണിച്ചു തരികയാണ്. ആ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച ലേഡി ഈ കുട്ടിയെ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ കുട്ടി എന്ത് ചെയ്യുന്നു, എന്താണ് വാങ്ങുന്നത്, എന്താണ് സംസാരിക്കുന്നത്, എല്ലാം തീർച്ചയായിട്ടും ഈ കുട്ടിയെ ഫോളോ ചെയ്ത് തന്നെയാണ് അവർ തീർച്ചയായിട്ടും ആ കടയുടെ മുമ്പിലേക്ക് എത്തിയത്. വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്ത് വന്നത് കൊണ്ട് തന്നെയാണ് ആ കടയിൽ കയറിയ സമയത്തും അവരുടെ പുറകെ തന്നെയാണ് ആ സഹോദരി നിൽക്കുന്നത്. ആ പീടികയിൽ വർക്ക് ചെയ്യുന്ന ലേഡി സ്റ്റാഫ് അതിൻ്റെ ഉള്ളോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ കുട്ടിയോട് വന്നിട്ട് എന്താണ് പേര്, എവിടെയാണ് വീട്, എന്താണ് ചെയ്യുന്നത്, എന്താണ് വേണ്ടത്, ഐസ്ക്രീമാണോ, ക്യാഷ് ഞാൻ കൊടുക്കണോ, ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടിയായിട്ട് സംസാരിക്കുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും പ്രതികരണങ്ങളുണ്ട്. കാരണം ഒരു ലേഡി തന്നെ ആയതുകൊണ്ട് തന്നെ അവരോടും സംസാരിക്കുന്നുണ്ട്, വേണ്ടത് ഐസ്ക്രീമാണ്, ആ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആ സമയത്ത് തീർച്ചയായിട്ടും ആ ലേഡി സ്റ്റാഫ് തിരിച്ചു വരുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, ആ സഹോദരി, ആ കൂളിംഗ് ഗ്ലാസ് വെച്ച സ്ത്രീ അങ്ങ് പുറത്തോട്ട് പോവുകയാണ്. ആ ലേഡി ഇല്ലാത്ത സമയത്ത് മാത്രമാണ് ആ കുട്ടിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ ലേഡി ശ്രമിക്കുന്നത്. അതിനുശേഷം മറ്റാൾക്കാർ അതിലൂടെ പോകുന്നുണ്ട്. ആ കുട്ടി തീർച്ചയായിട്ടും എന്താണ് സാധനം വേണ്ടത് എന്ന് ചോദിക്കുന്നു, ആ കാര്യത്തിന് മറുപടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ചെറിയ കുട്ടി തീർച്ചയായിട്ടും സ്ഥിരമായിട്ട് അവിടെ എവിടെയോ താമസിക്കുന്ന ഒരു കുട്ടിയാണ്. ചിലപ്പോൾ ഫ്ലാറ്റിലോ അതുപോലെ തന്നെ വാടക റൂമിലോ എന്തോ താമസിക്കുന്നതായിരിക്കാം. തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല ഫാമിലിയിൽ ജനിച്ച് തീർച്ചയായിട്ടും കഴിവുള്ള ഒരു കുട്ടിയാണെന്ന് കണ്ടിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും സാധനം വാങ്ങാനൊക്കെ ചില സമയങ്ങളിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട ഒരു സമയത്ത് നമ്മൾ കുട്ടികൾക്ക് കയ്യിൽ പൈസയൊക്കെ കൊടുത്തിട്ട് കടയിൽ പോയിട്ട് വാങ്ങിയിട്ട് വരാൻ വേണ്ടി പറയും. അത് തന്നെയാണ് ആ കുട്ടി തീർച്ചയായിട്ടും ക്യാഷ് എടുക്കുന്നുണ്ട്. ആ സമയത്ത് വീണ്ടും തീർച്ചയായിട്ടും ആ ലേഡി അകത്തേക്ക് പോകുന്നു. ഈ ഫോളോ ചെയ്യുന്ന കറുത്ത ഡ്രസ്സ് ഇട്ട കണ്ണാടിയൊക്കെ വെച്ച് നിൽക്കുന്ന ലേഡി വീണ്ടും വന്ന് സംസാരിക്കുന്നുണ്ട്. ഒരുപാട് ഇടപഴകാൻ വേണ്ടി സ്നേഹത്തോടു കൂടി ആ മുടിയിലൊക്കെ ഒന്ന് തലോളിക്കൊണ്ടാണ് ഇതിന് മുന്നേ തന്നെ സംസാരിച്ചത്. വളരെ മൈന്യൂട്ടായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ പറഞ്ഞതുപോലെ ആ കാറിനകത്ത് ആളുണ്ട്. ആ കാറ് തീർച്ചയായിട്ടും അവിടെ സൈഡാക്കി റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. ആ കാറിൽ നിന്നും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് തീർച്ചയായിട്ടും ഇപ്പുറത്തെ കാറിൻ്റെ വലതുവശത്തുള്ള ബേക്കിലത്തെ ഡോറ് തുറന്ന് ക്ലിയറാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ആഗ്രഹിച്ചിട്ടായിരിക്കും അത് വന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏതായാലും ആ സഹോദരി വീണ്ടും ആ കുട്ടിയുടെ അടുത്ത് വന്ന് എന്തൊക്കെയോ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ ആ ലേഡി സ്റ്റാഫ് വരുന്നതോടുകൂടി അവർ പുറത്തേക്ക് പോവുകയാണ്. പക്ഷേ എനിക്കിതിൽ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത്, ആ കുട്ടി കുറച്ച് മെച്യൂർഡാണ് എന്നുള്ളതാണ്. കാരണം ആ കുട്ടി ഒരു പരിധി വിട്ടിട്ടൊന്നും ഇവരോട് സംസാരിക്കാനോ ഇടപഴകാനോ നിൽക്കുന്നില്ല. അത് വലിയൊരു പോയിന്റ് തന്നെയാണ്. കാരണം അവർ ചോദിക്കുന്നതിന് മാത്രമാണ്
മറുപടി പറയുന്നത്. അല്ലാതെ എനിക്കത് വേണം ഇത് വേണം അത്തരത്തിൽപ്പെട്ട ഒരു സംഭാഷണവും ആ പെൺകുട്ടി ഈ വന്ന ആളോട് നടത്തുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കാറും കൂടി നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സീറ്റ് ഞാൻ പറഞ്ഞതുപോലെ തുറന്നു വെച്ച ശേഷം ഡ്രൈവർ തിരിച്ച് ഡ്രൈവർ സീറ്റിൽ പോയി ഇരുന്നിട്ട് കാർ ഓണാക്കിയിട്ട് എല്ലാം റെഡിയായി തീർച്ചയായിട്ടും ഇരിക്കുകയാണ്. ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് വളരെ തീർച്ചയായിട്ടും മൈന്യൂട്ടായ ഒരു സംശയം നിൽക്കുന്ന ആ സ്റ്റാഫിന് തോന്നുകയാണ്. അവിടെ വർക്ക് ചെയ്യുന്ന ആ പെൺകുട്ടിയുടെ മനസ്സിൽ കൂടി തീർച്ചയായിട്ടും സംശയത്തിൻ്റെ ഒരു ചെറിയ ഒരു നാര് കടന്നുപോയി എന്ന് വേണമെങ്കിൽ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. തീർച്ചയായും അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ കുട്ടി ക്യാഷ് എല്ലാം കൊടുക്കുന്നു, സാധനങ്ങളെല്ലാം വാങ്ങുന്നു. ആ ലേഡി സ്റ്റാഫ് ആ കുട്ടിക്ക് ആവശ്യമായ ഐസ്ക്രീമും ബിസ്ക്കറ്റും അടക്കമുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഒരു കീസിലിട്ട് കയ്യിൽ കൊടുക്കുന്നു. അതിനുശേഷം ആ കുട്ടി പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ആ കുട്ടി തീർച്ചയായിട്ടും സാധനങ്ങളെല്ലാം വാങ്ങി, ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് ഒരു പരിചയമുണ്ട്. അതിൻ്റെ പുറത്ത് അവർക്ക് കഥയൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊക്കെ സെറ്റപ്പ് ആക്കി പൈസയെല്ലാം കൊടുത്തതിന് ശേഷം അങ്ങോട്ട് പോകാൻ വേണ്ടി നോക്കുന്നു. അതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ലേഡി സ്ത്രീയാണ്. കണ്ടാൽ തീർച്ചയായിട്ടും ഒരു VIP ലുക്കിലൊക്കെ കണ്ണടയൊക്കെ വെച്ച് വളരെ ലുക്കിലായിട്ട് അവിടെ നിൽക്കുകയാണ്. എല്ലാം റെഡിയാണ്, ഓൾറെഡി സെറ്റാണ്. ഈ കുട്ടി ഒന്ന് കടയിൽ നിന്ന് ഇറങ്ങി കിട്ടിയാൽ മാത്രം മതി എന്ന് പറഞ്ഞ് നിൽക്കുന്ന സ്റ്റാഫ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ പറഞ്ഞതുപോലെ ആ ലേഡി സ്റ്റാഫിൻ്റെ സംയോജിതമായ ഒരു ഇടപെടൽ കൊണ്ട് ഒരു കുട്ടിയുടെ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞാൽ മാത്രം മതി. നിങ്ങൾ നോക്കണം, വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആ കുട്ടിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് ആ കാറിനടുത്തൂടി അതിൽ പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയെ പിടിച്ച വണ്ടിയിലിട്ട് കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു, തട്ടിക്കൊണ്ടു പോകുമായിരുന്നു. 100% ഉറപ്പായ ഒരു കാര്യമാണ്. ആ സഹോദരിയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ആ പൊന്നുമോളെ രക്ഷിച്ചു. തീർച്ചയായിട്ടും എന്തിനാണ് ഈ വീഡിയോ ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് എന്ന് നിങ്ങൾ ഇപ്പോഴും തെറ്റിദ്ധരിക്കേണ്ട. തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കുട്ടികൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട വീഡിയോകളൊന്ന് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ പറയണം, ഇതാ നോക്കൂ, ഇത്തരത്തിൽപ്പെട്ട ഒരു അവസ്ഥ നിനക്ക് വന്നു കഴിഞ്ഞാൽ നാളെ നീ എന്ത് ചെയ്യണം, നീ ആരോടും സംസാരിക്കരുത്. പുറത്തുനിന്ന് നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ നിന്ന് നമ്മളൊന്നും വാങ്ങിക്കാൻ വേണ്ടി പാടില്ല. അവർ പൈസയല്ല, ഐസ്ക്രീമല്ല, എന്തൊക്കെ വേണം, എന്തൊക്കെ ചോദിച്ചാലും വണ്ടിയുടെ അടുത്ത് കൂടി നടന്നു പോകരുത്. ഈ കാര്യങ്ങളെല്ലാം നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ സമയത്തും ഇത്തരത്തിൽപ്പെട്ട ഒരു സുരക്ഷാ കൈകൾ തീർച്ചയായിട്ടും നമ്മളെ തേടി വരില്ല. നമ്മളെ മക്കളെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്നൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന കുട്ടികൾ തമിഴ്നാട് അടക്കമുള്ള ഉത്തർപ്രദേശ് അടക്കമുള്ള മറ്റ് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പൊടി പോലും കിട്ടില്ല. കാരണം ഇന്നത്തെ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ഇവിടുന്ന് ട്രെയിൻ കയറി അവരുടെ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോലീസിൻ്റെ അന്വേഷണം എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ വർഷങ്ങളും ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ നീണ്ടുപോയേക്കാം. അതൊന്നും തീർച്ചയായിട്ടും നമ്മുടെ മക്കളെ തിരിച്ച് തന്നോളണമെന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ശ്രദ്ധ ഇത്തരം കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ടാകണം. ഈ വീഡിയോ എത്രമാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ അവർക്ക് അത് പെട്ടെന്ന് നിങ്ങളെക്കാട്ടിലും കൂടുതൽ ക്യാച്ച് ചെയ്യാൻ വേണ്ടി അവർക്ക് സാധിക്കും. അതുകൊണ്ട് മാത്രമാണ് ഇത്തരപ്പെട്ട വീഡിയോ നിങ്ങളുടെ CCTV ഫുട്ടേജ് അടക്കം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നല്ല ഉപകാരപ്പെട്ട ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ വീഡിയോ ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.